മര്യാദയ്ക്ക് ആളാരാന്ന് പറ, എനിക്ക് വെറുതെ സമയം കളയാനില്ല. ഇങ്ങനെ പ്രഷർ കേറ്റാതെ ജെയ്സൺ, അടങ്ങി നിക്ക്. ഞാനൊരു കാര്യം അന്വേഷിക്കാൻ വിളിച്ചതല്ലേ. എന്താ അതെനിക്ക് അറിയണ്ടേ, പറഞ്ഞു തൊലക്കി. നിന്റെ പെണ്ണും കുട്ടിയും ഇപ്പൊ എവിടെ ഉണ്ടെന്ന് നിനക്കറിയോ? അവരെങ്ങനെ ഇരിക്കുന്നു? സുഖാണോ അതോ അല്ലയോ? വാട്ട്? ഹു ആർ യു? താൻ ആരാ? തനിക്കെങ്ങനെ? ഹലോ, കാം ഡൗൺ മിസ്റ്റർ. ഇങ്ങനെ ചൂടാവേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ? എന്തായാലും നീ എന്നോട് ചെയ്തതൊന്നും ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. എന്റെ ലൈഫ് മൊത്തത്തിൽ സ്പോയിൽ ചെയ്തിട്ട് നിന്നെ അങ്ങനെ വെറുതെ വിടുമെന്ന് നീ വിചാരിച്ചോ? നോ, നെവർ. ഞാൻ വരുന്നുണ്ട്. ഇത്രയും വർഷം ഞാൻ വെയിറ്റ് ചെയ്തത് ചുമ്മാതല്ല. നീ ഒന്ന് ഓർമ്മയിൽ വെച്ചോ, നീ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതെല്ലാം നിന്നിൽ നിന്ന് ഞാൻ അകറ്റിയിരിക്കും. ഓക്കെ? ഹലോ, ആരാന്ന് പറയടാ വെറുതെ. നീ ഒരു 7-8 വർഷം പുറകിലോട്ട് ചിന്തിച്ചു നോക്ക്, അറിയായിരിക്കും. ഡാർവിസ്, ബൈ. ഹലോ ഹലോ ഹലോ. ഓ ഷിറ്റ്. നിനക്ക് നിന്റെ പെണ്ണിനെ ഒത്തിരി ഇഷ്ടമാണല്ലേ? ഐ വിൽ ഷോ യു ജെയ്സൺ. വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദന അത് എത്രമാത്രമാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ചേച്ചി, എന്നാ ഞാൻ ഇറങ്ങട്ടെ? ആടാ, അന്ന് വന്ന കൊച്ചിൻ്റെ വീട്ടിലേക്കല്ലേ? ആ ചേച്ചി, അതെ. എന്തായാലും ഒന്ന് നോക്കാം. ഇനി ആ പറഞ്ഞ സ്റ്റോറിയിലെ ഹീറോയിൻ മറ്റോ ആവൂ എൻ്റെ അമ്മ ചേച്ചി. എന്തായാലും ഒന്ന് പോയി നോക്കാം. നീ എന്തുവായി ആലോചിച്ച് നിൽക്കുന്നേ? പോവാൻ നോക്ക്. പിന്നെ നേരത്തെ വരണം. ആ ചേച്ചി, പെട്ടെന്ന് വരാം. പോട്ടെ എന്നാ. ഇച്ചാ. ഓ, എന്താടാ? ഇച്ചയ്ക്ക് ഇന്ന് പോകണ്ടല്ലോ അല്ലേ? ഏയ്, പക്ഷേ ഇന്ന് ചിലപ്പോൾ ഉച്ച കഴിഞ്ഞൊന്ന് പോകേണ്ടി വരും ഓഫീസിലേക്ക്. ആ, അത് സാരമല്ല. എന്താ കാര്യം? അത് ഓ, പറയേ. സൺഡേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയില്ലായിരുന്നോ? ആ, പോയി. അതിന്? അത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേ പെട്ടെന്ന് ജയ്സൂച്ച വിളിച്ചു. അതിനുശേഷം ഞങ്ങൾ സംസാരത്തിൻ്റെ ഇടയിലോട്ട് ജയ്സൂച്ചയുടെ കാര്യമൊക്കെ കയറി വന്നു. സോ അവൾ ചോദിച്ചപ്പം ഞാൻ നൈസായിട്ടൊക്കെ പറഞ്ഞു. കഥ ഫുൾ എനിക്കറിയത്തോണ്ട് ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് ഇപ്പോൾ അവൾക്ക് ജയ്സൂച്ചയുടെ സ്റ്റോറി കേൾക്കണം എന്നാ പറയുന്നേ. സോ ഓഹോ, അതിന് ഞാനിന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ് പറഞ്ഞു വരുന്നെങ്കിൽ എൻ്റെ മോള് വെറുതെ മെനക്കെടാണ്ട് പൊയ്ക്കോ. വേഗം ആവട്ടെ, പോ. ഇച്ചാ, ഞാൻ അവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു പോയി. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാ പറഞ്ഞേ. ഓ, നിന്നോട് ആരാ പറഞ്ഞ അങ്ങനെയൊക്കെ കയറി പറയാൻ? ഞാൻ എന്തായാലും ഒന്നും പറയാൻ പോണില്ല. ഓ, അല്ലെങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞ ഇച്ച എങ്ങനെ തന്നെയാ. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയോണ്ടാ ഞാൻ പറഞ്ഞേ. മനസ്സില്ലേ വേണ്ട, ഞാൻ അവളോട് വിളിച്ച് വീട്ടിലോട്ട് തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞോളാം. ഓ, ഈ പെണ്ണ്. നിക്ക്. ഇനിയിപ്പോൾ നീ വാക്ക് കൊടുത്തല്ലേ, വരാൻ പറ. ഇതിൻ്റെ പേര് ഇനി 5-6 ദിവസം 3 ഉറക്കമില്ലാണ്ടിരിക്കുന്ന കാണുന്നെന്നും എനിക്ക് വയ്യ. വരാൻ പറ വിളിച്ച്. ഓ, റിയലി? ഇച്ച ശരിക്കും? പിന്നെ ജെയ്സു ഇതൊന്നും അറിയരുത്. അവൻ്റെ കഥ എങ്ങനെ ആടിപ്പാടിക്കൊണ്ട് നടക്കുമെന്നൊന്നും. ഏയ്, അതെങ്ങനെ അറിയാനാ? ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ശരി. അവൾ വന്നു എന്നാ തോന്നുന്നേ. ഞാൻ പോയി ഡോറ് തുറക്കട്ടെ. ഓ, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. നീ പോയി ഒരു ചായ എടുക്ക്. അല്ല, ഒരു ചായ എടുക്കുമത്തേ. അങ്ങനെ വഴിക്കുവാ.
ഹലോ ബേബി. അച്ചടാ, വാ വാ വാ, അകത്തേക്ക് കയറുക. നോക്കൂ മീര, ഇതെൻ്റെ ഇച്ച, ഇതെൻ്റെ ഇച്ചയുടെ വൈഫ്. ഹായ് സാർ. ഹായ് ചേച്ചി. അയ്യോ സാറോ? അതൊന്നും വേണ്ട. മോളും വിളിക്കുന്ന പോലെ ഇച്ചാന്നോ ഇച്ചായാന്നോ അങ്ങനെ വല്ലതും വിളിച്ചാൽ മതി. ഓക്കെ ചായ. ചായ കുടിക്ക്. ചേച്ചി ടീച്ചറല്ലേ? ഇന്ന് പോകണ്ടായിരുന്നോ? ഇന്ന് ലീവ് എടുത്തു. എന്നാ ശരി, അവൻ്റെ ആ സ്റ്റോറി ഞാൻ പറയാൻ പോവാ. ഇന്നുകൊണ്ട് തീരുമെന്നൊന്നും അറിയത്തില്ല, എന്നാലും പറയാം. അത് സാരല്ല സാർ. ഓ സോറി ചായ, അത് സാരല്ല, പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഡേറ്റിനെ കുറിച്ചൊക്കെ ഇവള് പറഞ്ഞു കാണുമല്ലോ അല്ലേ? ആ കുറച്ച്. ഓക്കെ. ജെയ്സൺ ഡേവിസ്, ഞങ്ങളുടെ സ്വന്തം ജെയ്സു. അവനെക്കുറിച്ച് എന്താ ഇപ്പം പറയാ? അയ്യോ ഇച്ച, അതല്ല, അങ്ങനെയല്ല. ഈ സൂചിയുടെ ലവ് സ്റ്റോറി തൊട്ട് പറ, ഹിസ്റ്ററി മുഴുവൻ വിളിച്ച് പറയാതെ. ഓ എൻ്റെ മിലി, ഒന്ന് അടങ്ങ്, ഞാൻ പറഞ്ഞോട്ടെ. നീ മിണ്ടാതിരിക്കടി. ഇച്ച ഞാൻ പറഞ്ഞു. ജെയ്സുവിനെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങൾക്കൊക്കെ വളരെ വില കൊടുക്കുന്ന ഒരാളാണ് അവൻ. എന്താ പറയാ, സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, വെറുത്താൽ ഞെക്കിക്കൊല്ലും. അത് അവൻ്റെ ഒരു രീതി. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. പിന്നെ അന്ന് ചെന്നൈയിൽ അവനൊരു വിളിപ്പേരുണ്ടായിരുന്നു. വിളിപ്പേരോ? ആഹാ കൊള്ളാലോ. ഈ ഡോൺ പോലെ എന്തെങ്കിലും ആണോ? അതല്ല, ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെയാ. അന്ന് അവൻ അവിടെ അറിയപ്പെട്ടിരുന്നത് ചെന്നൈ സിംഗം. അവൻ ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളതും ഒരിക്കലും ക്ഷമിക്കാത്തതുമായ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ചതി, 2 നമ്മുടെ നാട്ടിലെ കാണില്ലേ, പെൺകുട്ടികളെ വഴി നടക്കാൻ സമ്മതിക്കാത്ത ചില ചെറ്റകൾ. അമ്മാതിരി ഐറ്റംസിന് അവന് ഒട്ടും പിടിക്കത്തില്ല. അതിനിപ്പോൾ എവിടെ ആയാലും ആരായാലും അവൻ പ്രതികരിക്കും. അന്ന് അവിടെയൊക്കെയുള്ള ഒരുത്തനും ഒരു പെണ്ണിനെയും തൊടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പെൺകുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അവനോട് വലിയ കാര്യമായിരുന്നു. പക്ഷെ ഇതൊന്നും രസിക്കാത്ത ചില ഞരമ്പുരോഗികളുണ്ടല്ലോ. ജെയ്സു പെൺകോന്തനാണെന്നും പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് പെണ്ണുങ്ങളെ പുറകെ നടക്കണമെന്നൊക്കെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി. പക്ഷേ സൊസൈറ്റിയുടെ വായം മൂടിക്കിട്ടാൻ നമ്മൾ വിചാരിച്ചേ പറ്റൂ. അതൊക്കെ അറിയാവുന്നതുകൊണ്ട് അവൻ നൈസായിട്ട് അതെല്ലാം അവോയ്ഡ് ചെയ്തു. ഓക്കെ, ഇനി വിഷയത്തിലോട്ട് വരാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹിസ് ലവ്, ഹിസ് ഓൺലി ലവ്, ഹിസ് എവരിത്തിങ് പ്രതീക്ഷിക്കാതെ അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എല്ലാമായി മാറിയത്. ഇവനാ അച്ഛി, ഇവനെന്തിങ്ങനെ നോക്കുന്നേ? ഓ എന്ത് നോട്ടാ അത്, മോശം. അമ്പോ, അല്ല ലിയ, ഇതാരാ? എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഓ അങ്ങനെ. അല്ല, തന്റെ പേരെന്താ? പേരക്ക. എന്തുവാ പേരക്കായോ? ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതല്ലേ ഉള്ളൂടോ, ചെവി അടിച്ചു പോയോ? എന്റെ പേര് ഐറ ഐസക്. അമ്മോ, കാന്താരിയാണെന്ന് തോന്നുന്നല്ലോ. ഇയാൾക്ക് എന്താ പറ്റിയേ? ചെറിയൊരു ആക്സിഡന്റ് ഇന്നലെ രാത്രി. ഓ, തനിക്കിങ്ങനെ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. താൻ എന്തെങ്കിലും പറഞ്ഞോ? ഓ ഇല്ല. അപ്പൊ താൻ മലയാളി ആയിരുന്നല്ലേ? കൊറിയക്കാരിയാ. കൊറിയയോ? അപ്പൊ തന്നെ സംസാരിച്ചോ? അയ്യോ, തനിക്കെന്താണ് വട്ടാണോ? ആക്സിഡന്റ് ആയപ്പോൾ ബുദ്ധിയും ബോധമൊക്കെ പോയോ? പോയെന്നാ തോന്നുന്നേ. അതിന് താനെന്തിനാ ഇങ്ങനെ ചാടുന്നേ? അത് ഇയാൾക്കെന്താ?
അയ്യോ ഒന്ന് നിർത്ത്, എന്തുവാടി ഇത്? ഇത് ഹോസ്പിറ്റലാണ്. അത് ഞാൻ എന്താ ചെയ്തേ? ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ. എന്തുവാട്? ലിയ, നീ വരുന്നുണ്ടോ? ഹോസ്റ്റലിൽ പോയിട്ട് മെഡിസിൻ കഴിക്കാനുള്ളതാ. വന്നേ. ആ വരുന്നു. അപ്പൊ ചേട്ടായിമാരെ ഞങ്ങൾ അങ്ങ് പോയേക്കുക. ഓക്കേടാ, സൂക്ഷിച്ചു പോണേ. ഏയ് കുട്ടി, ഒന്ന് നിന്നേ. എന്താണ്? ഒരു എല്ല് കൂടുതലാണല്ലേ? അത് തന്നെ മറ്റവർക്ക്. വാവ്, ആദ്യം തന്നെ വഴക്കോ? അങ്ങനെ ആശുപത്രി വിട്ട് ജെയ്സന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ദേ, ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒരാഴ്ചയോളം റെസ്റ്റ് എടുക്കണമെന്നാ. ഒരാഴ്ച ഞാൻ ഇതിനകത്ത് ഈ റൂമിൽ കുത്തിയിരിക്കണോ? അല്ലടാ, നീ ഇറങ്ങി ഓട്. ഇത് വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഇതേ അറിയാമേ, ഇവനെ പൂട്ടി അങ്ങ് ഇട്ടേക്ക്, വെളിയിറക്കണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോനെ. അവൻ ഇവിടുന്ന് അനങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ലല്ലോ. ഓ, ഞാൻ എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ അടയിരുന്നോളാം. അത് നീ എന്തേലും ചെയ്യാം, അട ഇരിക്കൂ അട ഇരിക്കാതിരിക്കും, അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ ഈ റൂമിൽ നിന്ന് വെളിയിറങ്ങരുത്. നീ ഇതെവിടേക്കാ? കുറെ നാളായിട്ട് ഇവിടെ തന്നെ അടച്ചുപൂട്ടി ഇരിക്കുവല്ലേ മമ്മ. 2 ദിവസമല്ലേ ആയുള്ളൂ ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ട്. സോ പോയി ഒരു മൂവിയൊക്കെ കാണാന്ന് വെച്ചു. അല്ല, നിന്റെ വാലുകളും ഉണ്ടോ കൂടെ? വാലുകളോ? മിലൻ വരുന്നുണ്ട്, ദേവൂട്ടൻ വരുന്നില്ല, അവൻ വരുന്ന പരിപാടിയുണ്ട്. എന്നാ ചെല്ല്. ഓക്കെ, ബൈ, ടാറ്റാ. ഐറ, വേഗം വാ. ഓ, വരുവാടി, ഒന്ന് അടങ്ങ്. ഡേ നോക്ക്. എന്തുവാ? ആ ഷോപ്പിലോട്ട് നോക്കടി. ആ നോക്കി, അവിടെ എന്നാ? ആ ബോട്ടിൽ കണ്ടോ? അതല്ലേ കണ്ടു. അതിനിപ്പോ എന്താ? വാടി, നമുക്കത് വാങ്ങിയിട്ട് പോവാടി. ഇപ്പോഴോ? കൊച്ചെ, സിനിമ ഇപ്പൊ തുടങ്ങാറായി, വേഗം വാ ഇങ്ങോട്ട്. എടി, അത് വാങ്ങിയിട്ട് പോവാടി. അത് 3 കണ്ട് ഇറങ്ങിയിട്ട് വാങ്ങിക്കൂടെ ആയിരാ? അപ്പോഴേക്കും അത് ആരെങ്കിലും വാങ്ങിക്കൊണ്ട് പോയാലോ? പ്ലീസ് എൻ്റെ മുത്തല്ലേ, നമുക്ക് വാങ്ങിയിട്ട് പോവാം. ഓ, എന്നാ വാ. ടിക്കറ്റ് എടുത്തോടാ. കിട്ടി. മൂവി ഇപ്പൊ തുടങ്ങുമോ? ആടാ, തുടങ്ങാറായി. എന്നാ വാ പോവാം. എടാ നിക്കേ, 1 മിനിറ്റ്. എന്താ? ഇവിടെ നിൽക്ക്, ഞാൻ എന്താ വരുന്നു. ഹലോ റോയി മോനെ, ജെയ്സു, എന്താടപ്പാ നീ ചത്തെന്ന് കരുതൂ? ഇതിപ്പോ തേരി വെള്ളിക്കാല് ചുറ്റിന്ന് പറഞ്ഞ പോലെ ആയല്ലോടാ നിന്റെ അവസ്ഥ. അത് നീ എന്താടാ കോപ്പയെ കരുതി? ഒരു പാട്ടല്ലൊട്ട വണ്ടി വന്നിടിച്ച ജെയ്സനങ്ങ് പരലോകത്ത് പോകുമെന്ന് വിചാരിച്ചോ? ഞാനെന്ത് ചെയ്തു? നിനക്ക് ഞാൻ മനസ്സിലാക്കി തരടാ പുല്ലേ. അവനിതെന്താ വരാത്ത? എവിടെ? ഷെടാ, ഈ ചെക്കൻ. ജെയ്സു, ഒന്ന് നിർത്തടാ. എന്തിനാ ചെറുക്കൻ ഇങ്ങനെ എടുത്തിട്ട് തല്ലുന്നേ? അതും എനിക്കൊന്നും ആക്സിഡന്റ് പറ്റിയില്ലേ? അന്ന് ഞാൻ യൂണിറ്റ് 2 പൂശിയായിരുന്നു. അത് നീ പുന്നാരമം പകരം വീട്ടിയതായിരുന്നു ആക്സിഡന്റ്. അന്നേ ഞാൻ അവനെ തൂങ്ങി വെച്ചതാ, പിന്നെ ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മാസ്ക് ഇട്ടിട്ട് നിന്ന ഈ നോയിന്റെ പോലെ എനിക്ക് മനസ്സിലായില്ലെന്ന് അവന്റെ വിചാരം. നിൽക്കുന്ന നിപ്പ് കൊണ്ട ഒറ്റ ഒന്ന്. ഓ മതി. അടങ്ങ് ജെയ്സു. ചെറുക്ക, വെറുതെ അവൻ്റെ ഒന്ന് വാങ്ങിക്കൂട്ടാതെ ഇറങ്ങി പോടാ. പോ, വിടടാ തോമാച്ച, എന്നെ വിടാൻ. ഓഹോ, ഇതിന് എനിക്ക് ഇതിന്റെ കലിയും തീരുന്നില്ല. ആ കുപ്പി ഇങ്ങോട്ട് എടുത്തേ.
കർത്താവേ, കാട്ടുമയില്, ഇതാ കുട്ടിയല്ലേ? എടാ കോപ്പ, ഇതെന്തോ നോക്കി നിൽക്കും? വാ ഇങ്ങോട്ട്, പെട്ടെന്ന് സ്കൂട്ടായിക്കോ. അയ്യോ അത് പൊട്ടി. ഞാൻ പറഞ്ഞല്ലേ പിന്നെ വാങ്ങാൻ. അപ്പൊ അവക്ക് കണക്കായിപ്പോയി. ഇങ്ങോട്ട് വാടാ, അല്ലെ അതിപ്പോ പിടിച്ച് തിന്നും. നിക്കടവിടെ, അവിടെ നിക്കാൻ. ഓ ദൈവമായിരുന്നു. എറിഞ്ഞു കൊല്ലുള്ളതാ മനുഷ്യനെ. ആ കുപ്പി അതിപ്പോ എന്റെ തലയിൽ വന്ന് കൊണ്ടിരുന്നല്ലോ. അതിന് തലയിൽ കൊണ്ടില്ലല്ലോ. എന്റെ കയ്യിൽ കൊണ്ടല്ലോ. മാത്രമല്ല ഈ ബോട്ടിൽ കണ്ടോ, ഇത് ഞാൻ ഇപ്പൊ വാങ്ങിയുള്ളൂ. ഷെടാ, അതിനിപ്പോ ഞാനെന്ത് ചെയ്യാൻ പറ്റും? ഏറെ വരുന്ന വഴിയിൽ കയറി നിൽക്കാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞോടി കാട്ടുമയിലേ? ഡോഡോഡോ, കാട്ടുമാക്കാനെ ആള് കൂടി നിൽക്കുന്ന സ്ഥലത്ത് ഏറ് മത്സരം നടത്താൻ തന്നോട് ആരാടോ പറഞ്ഞു? ഓ, എന്റെ കയ്യും പോയി, എന്റെ ബോട്ടിലും പോയി. അല്ല, നിനക്ക് എന്നെ കാണുമ്പോ എന്താടി ഇത്ര സൂക്കേട്? എനിക്ക് പല സൂക്കേടും കാണും. അതാ തീർത്തീരൂ. അയ്യോ, ഈ കുരിപ്പ് എന്റെ നിലയും വിലയൊക്കെ കളയുമല്ലോ. അയ്യാ, ഒന്ന് അടങ്ങടി, ആൾക്കാരൊക്കെ നോക്കുന്നു. അതാ രണ്ടു മൂന്ന് അടങ്ങിയേ. ഇതിപ്പോ ചന്തയാണോ? ആ കൊച്ചിന്റെ പേരെന്തായിരുന്നു? ഐറ. ഇപ്പൊ എന്താ വേണ്ടേ? അത് എനിക്ക് നഷ്ടപരിഹാരം വേണം. നഷ്ടപരിഹാരോ? എന്തിന്? പിന്നെ ഇപ്പൊ തരാം. ഒന്ന് അടങ്ങന്റെ ജീസു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, നോക്കി ബോട്ടിലിന്റെ കാശല്ലേ വേണ്ടേ? അത് മതി. എത്രയാ വേണ്ടേ? അത് 1000. എന്തോന്ന്? 1000 എങ്കിൽ 1000. ഇതാ പിടിക്കും. അത് വേണ്ട, ചേട്ടായി തരണ്ട. ഇങ്ങനെ തരട്ടെ, ഇങ്ങനെയല്ലേ എറിഞ്ഞത്. ഇതാ പിടിക്കും. 1000 രൂപ. ഇതിനുള്ള പണി നിനക്ക് ഞാൻ തന്നിരിക്കും കേട്ടോ. കാത്തിരുന്നോണേ. ഓ സീരിയസ്ലി, ഐ എം വെയിറ്റിംഗ്. പൂടി ഓടുന്നു. വാടാ, ഇനി ഇവിടെ നിന്നാ എനിക്ക് വട്ടാവും. എടോ, പിന്നെ തനിക്ക് കൈതരിപ്പിന്റെ വല്ല അസുഖമുണ്ടോ? എന്തോന്ന്? അല്ല, ഈ വഴിയെ പോണവരൊക്കെ പിടിച്ചിട്ട് പൂശുന്നോണ്ടേ അതാ ചോദിച്ച. കൈതരിപ്പിന്റെ വല്ല അസുഖം ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. അല്ല, എന്റെ കൈതരിപ്പിന്റെ അസുഖം നീ തീർത്തിരുമോ മോളെ? എന്ത്? അല്ല, എന്റെ ഈ കൈതരിപ്പിന്റെ അസുഖം നീ തീർത്തിരുവോന്ന്? എന്തും വാടി, പോവാം. അല്ല, സിനിമ കാണണ്ടേ? എനിക്കൊരു കുന്തം കാണണ്ട. നീ ഇങ്ങോട്ട് വന്നേ, മൂടും പോയി. ഷോ, അങ്ങനെ പറയല്ലേ, കണ്ടിട്ട് പോന്നേ. പോടാ കാട്ടുമാക്കാനെ. ഓടി കാട്ടുപോയില്ലേ. ഇതിനാണല്ലോ എൻ്റെ കർത്താവേ ഞാൻ മുയൽക്കുഞ്ഞെന്നൊക്കെ എൻ്റെ മമ്മയോട് പറഞ്ഞേ. എന്തായാലും ആള് കൊള്ളാം, എനിക്കിഷ്ടായി. എന്താ പറഞ്ഞേ? എന്ത്? ആ കൊച്ചിനോട് നീ എന്താ പറഞ്ഞേ? സാധാരണ പെൺകുട്ടികളോട് നീ അങ്ങനെയൊന്നും സംസാരിക്കത്താണല്ലോ. ഷേ, മോശം. ഞാനെന്താ ചെയ്തേ? എന്നെ കയറി ചൊറിഞ്ഞിട്ടല്ലേ? കരുതി കൂട്ടി പറഞ്ഞൊന്നുമല്ല. അപ്പം അങ്ങനെ അങ്ങ് വന്നു പോയതാ. അയ്യേ, എന്നാലും കൈയുടെ തരിപ്പ് മാറ്റി തരുമെന്നൊക്കെ. ഷേ ജീസു, മയച്ചം. എടാ, ഇതറിയാതെ വന്ന് ഞാൻ പറഞ്ഞില്ലേ, കരുതി കൂട്ടിയൊന്നുമല്ല. ശേ, എന്നാലും ജീസു നീ മോശമായത്. ഡപ്പില്ലേ, ജേസിന് ഇതുവരെ ആരോടെങ്കിലും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? അതില്ല. എന്നാ കേട്ടോ, ഇവളോട് മാത്രം അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണും. മനസ്സിലായോ? എന്ന് വെച്ചാ മാങ്ങാത്തൊലി. ഇങ്ങോട്ട് വന്നേ. അപ്പൊ മൂവി കാണണ്ടേ? ഓ, ഇനി എന്തിനാ മൂവി? വയറ് നിറഞ്ഞില്ലേ? വാ പോവാം. എന്നാ വാ പോവാം. എടാ പൊന്നു മോനെ, കുറച്ച് നാളായി നിന്റെ ഈ സൂക്കേട് തുടങ്ങിയിട്ട്. ഇപ്പൊ മനസ്സിലായി നിന്റെ സൂക്കേടിന്റെ കാരണം ആ പോയ കാന്താരിയാണെന്ന്. കൈയോടെ പിടിക്കുന്നുണ്ട് ഞാൻ. Ira, you're so beautiful. Your eyes, your lips. I don't know. You